ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ ഗായ്സ്? ഞാനിതാ അന്ന് എത്തിയിട്ടുള്ളത് ഡെസ്റ്റിനേഷൻ 3, അതായത് ഡേ 3 നമ്മൾ എത്തിയിട്ടുള്ളത് ദുബായ് പ്രോമിസ് ബ്രിഡ്ജിലാണ് കേട്ടോ. അതായത് ദുബായ് ലാസ്റ്റ് എക്സിറ്റിൽ വരുന്ന അൽ കവനിജിൽ വരുന്ന പ്രോമിസ് ബ്രിഡ്ജിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നമ്മൾ മോസ്റ്റ്ലി വരുന്ന ഒരു സ്ഥലം വേണമെങ്കിൽ ഇത് പറയാം, കാരണം ഒരുപാട് വീഡിയോസും ഫോട്ടോസും നിങ്ങൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ടാവും. ആര് വന്നാലും ഞാൻ ഈ സ്പേസ് പറഞ്ഞു കൊടുക്കും, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണ് കേട്ടോ. എന്താ പറയുക, നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും. മോർണിംഗ് വന്നാലും നൈറ്റ് വന്നാലും ഒക്കെ വൈബ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പേസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് എന്താ പറയുക, ഓൾഡ് കാറ് അതുപോലെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ വീഡിയോസിൽ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നടക്കുകയാണ്. ഇന്ന് എന്തോ അറിയില്ല, കുറച്ച് നേരം ഞങ്ങളൊക്കെ നടന്ന് കുറേ നേരം സംസാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഞാനൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് നേരം ഇവിടേക്ക് ഇരുന്ന് ഇവിടെ ഇരിക്കാനൊന്നും അവരൊന്നും പറയൂല കേട്ടോ. പക്ഷെ കസ്റ്റമേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല കേട്ടോ. നല്ലൊരു ഡിന്നർ കഴിക്കുക. അതുപോലെ ഞാൻ ആ പോണ്ടിൽ നോക്കിയപ്പോൾ നല്ലൊരു അടിപൊളി മീനൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോമിസ് ബ്രിഡ്ജ് ഗായ്സ്. ഇവിടെ നിന്നിട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആകെ സജസ്റ്റ് ഈ ഒരു സ്പേസാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്പേസ്. എന്താ പറയുക, എനിക്ക് യു എയിൽ ഒരുവിധം സ്പേസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണ്. കാരണം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പേസുകൾ കുറേ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ദുബായിൽ. പിന്നെ ഞാനിതാ ഈ ഒരു ബോഗൺവില്ല ആർച്ചിൽ നിങ്ങളോട് പറയും, നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ് കേട്ടോ. ഓരോ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറേ നേരം മെൻ്റലി റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, ഞങ്ങൾ വരുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ ടൈമിലും അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. 12 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി വരുമ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ അവിടെ. ഞാൻ എന്തായാലും ഡെസ്റ്റിനേഷൻ 3 ഇടണമല്ലോ, അപ്പോൾ അതിൽ കൂടെ വരുമ്പോൾ നമുക്ക് ഇതും കഴിയാമല്ലോ എന്നുള്ള ഇതിലാണ് കേട്ടോ. ഞാനിതാ ഗൈസ് നമ്മുടെ ഷോർട്ട് വീഡിയോക്കുള്ള പോസ് എടുക്കുമ്പോൾ അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോള് നല്ല ചിരിക്കും, പക്ഷെ ക്യാമറ കണ്ടാൽ ഞങ്ങൾ ചിരിക്കൂല. അതാണ് ഞങ്ങളെ മോളെ അവസ്ഥ കേട്ടോ. അല്ലാത്തപ്പോൾ 37 നന്നായി ചിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് സെൽഫി വീഡിയോ എടുക്കാമെന്നുള്ളതിൽ പറഞ്ഞപ്പോൾ പക്ഷേ അവിടെ ക്ലിയർ ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് നമ്മളൊരു ഇരുട്ടുള്ള ഭാഗത്തു നിന്നാണ് ആ ഒരു ചിന്ത വന്നത്. പിന്നെ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൂമിലേക്ക് പോകാനായി, കാരണം ഒരുപാട് ടൈമായില്ല. അപ്പോൾ ഞാൻ പോണോടത്ത് ഒരുപാട് എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരുപാട് ഫുഡ് ട്രക്ക് ഉണ്ട് കേട്ടോ. ഒരുവിധം ഫുഡൊക്കെ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുക. ഞങ്ങൾ പിന്നെ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് വന്ന കാരണം ഫുഡൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. ഒരുപാട് നേരം സംസാരിച്ചു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറേ നേരം സംസാരിച്ച് ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സംസാരം കാരണം കുറേ വീഡിയോസിലൊന്നും പെട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് പിന്നെയാണ് ഇക്ക പറഞ്ഞത് അവിടെ ഫിഷിംഗ് വെല്ലുണ്ട്, അതൊക്കെ പോയിട്ട് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ വെല്ലിൻ്റെ ഓർമ്മ തന്നെ വന്നത് ഗൈസ്. ഞാൻ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിത് കണ്ടിന്യൂ ചെയ്യണ്ടേ, ദുബായ് ഡെസ്റ്റിനേഷൻസ് അറിയണ്ടേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് എന്താ പറയുക, പേഴ്സണലി ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു കണ്ടൻറ്റ് നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ ഡേ 3 വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ താങ്ക് യു.